ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ ഇന്ന് പരിശുദ്ധ സഭ ആചരിക്കുകയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറ്റി പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. യു ആർ ദോസ് സ്റ്റൂഡ് ബൈ മീ ഇൻ മൈ ട്രയൽസ്. വിശുദ്ധ ലൂക്കോസ് 22-28 വാക്യം. കർത്താവിൻ്റെ പരീക്ഷകളോട് ചേർന്ന് നിൽക്കുന്നവരാണ് അവൻ്റെ ശിഷ്യന്മാരായിത്തീരുന്നത്. കർത്താവ് പലപ്പോഴും നമ്മുടെ വേദനകളിലും പരീക്ഷകളിലും ഒക്കെ ചേർന്ന് നിന്നിട്ടുണ്ടാകാം. അത് നമുക്ക് സൗഖ്യവും ആശ്വാസം നൽകുന്നുണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ വേദനകളോട്, അവൻ്റെ പരീക്ഷകളോട്, അവൻ്റെ കഷ്ടതകളോട് ചേർന്ന് നിൽക്കുന്നവരാണ് ശിഷ്യത്വ പദവിയിലേക്ക് വിളിക്കപ്പെടുന്നത്, ആ ഒരു അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് എത്തുന്നത് എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. റോമാലേഖനം 8-17 വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇത് തന്നെയാണ് അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രയെന്ന്. നമ്മുടെ ജീവിതയാത്രകളിൽ സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശിഷ്യത്വ പദവിയിലേക്കുള്ള വിളി എന്ന് പറയുന്നത് അവനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നന്നേ ചെറുപ്പത്തിലെ സഭ നമ്മളെ അതിലേക്ക് ക്ഷണിക്കുന്നത്. ഇതാണ് ഒന്നാമത് ഈ ശ്ലീഹന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ മാമോദീസായുടെ അനുഭവത്തിലൂടെ ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. റോമാലേഖനം 6 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ഒരാൾ സ്നാനമേൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടുകൂടെ അവനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതാനുഭവങ്ങളിലെല്ലാം നാം ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടതിനാണ് മാമോദീസായിലൂടെ നമ്മെ അതിലേക്ക് ക്ഷണിക്കുന്നത്. രണ്ടാമത് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് അവൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് ശിഷ്യന്മാരാകുന്നതെന്ന്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-34 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്: എനിക്ക് വിശന്നു, ദാഹിച്ചു, രോഗിയായിരുന്നു, അതിഥിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു. ഇതൊക്കെ എപ്പോഴാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അവൻ്റെ ശിഷ്യന്മാരായി തീരുന്നവർ വിശന്നിരിക്കുന്നവരെയും ദാഹിച്ചിരിക്കുന്നവരെയും രോഗികളെയും അനാഥരെയും ഒക്കെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അവൻ്റെ ശിഷ്യത്വ പദവിയിലേക്ക് വിളിക്കപ്പെടുന്നത്. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പശ്ചാത്തലം, ഒരു അനുഭവം ശിഷ്യത്വത്തിന് ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതയാത്രകളിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. മൂന്നാമതായി അപ്പോസ്തല പ്രവൃത്തികൾ 9-4 വാക്യത്തിൽ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ഒരു ചോദ്യം പരിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ പഴയകാല ജീവിതത്തോട് ചോദിക്കുന്നുണ്ട്. അവിടെ ശൗൽ തിരിച്ചൊരു ചോദ്യമാണ്: നീ ആരാകുന്നു? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു എന്നൊരു മറുപടിയാണ് ലഭിക്കുന്നത്. കർത്താവിൻ്റെ ശരീരത്തെ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് അവനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കർത്താവിൻ്റെ ശരീരത്തെ ഉപദ്രവിക്കാത്ത പൗലോസ്, ഉപദ്രവിക്കുന്ന ശൗൽ, അവനെ ഉപദ്രവിക്കാത്ത, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന, അവന് വേണ്ടി വേദന അനുഭവിക്കുന്ന, അവൻ്റെ സഭയുടെ ശരീരത്തിന് വേണ്ടി, അവൻ്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടി വേദന അനുഭവിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായി മാറുകയാണ്. ശ്ലീഹന്മാർ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, അവൻ്റെ ശരീരത്തിന് വേണ്ടി ത്യാഗവും വേദനകളും അനുഭവിക്കുന്നവരായി മാറി. അവരോട് ചേർന്ന് നിൽക്കാൻ, ആ ശരീരത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്കും ഇടയാകണം. ശ്ലീഹന്മാർ അവർ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട്, അവൻ്റെ പരീക്ഷകളോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാരായി മാറിയത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതാനുഭവങ്ങളിൽ വേദനകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ മാമോദീസായിലൂടെ, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിലൂടെ, കർത്താവിൻ്റെ സഭയുടെ ശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം അതിനിടയാക്കട്ടെ.